സെപ്റ്റംബർ മാസം 4-ാം തീയതി എന്റെ സ്വപ്നത്തിൽ ഞാൻ കണ്ട കാഴ്ച ഇങ്ങനെയാണ്. നട്ടുച്ച സമയത്ത് രാത്രി എന്നതുപോലെ ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ കൂരിരുട്ടുകൊണ്ട് മൂടുന്ന ഒരു ഭയങ്കരമായ കാഴ്ച ഞാൻ എന്റെ സ്വപ്നത്തിൽ കണ്ടു. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ദേശം മുഴുവനും അന്ധകാരത്തിലാകുന്നത് പോലെ ഇരുട്ടുകൊണ്ട് മൂടും. ഒരു നിശ്ചിത സമയത്തേക്ക് രാത്രി പകല് പോലെയും പകൽ സമയം രാത്രി പോലെയുമാകും. ഇനി നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന ആകാശ വിസ്മയ കാഴ്ചകൾ പലതും യേശു കർത്താവിന്റെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടയാളങ്ങളായിരിക്കും. ദക്ഷിണ പസഫിക് സമുദ്രത്തിൽ നിന്ന് തുടങ്ങുന്ന ഗ്രഹണത്തിന്റെ പാത മെക്സിക്കോ കടന്ന് പിന്നെ അമേരിക്കയിലേക്ക്. ടെക്സസിലാണ് ഗ്രഹണത്തിന്റെ ആദ്യ ദർശനങ്ങൾ പ്രത്യക്ഷപ്പെടുക. പകൽ ഇരുട്ടുമൂടുന്ന ഈ ആകാശവിസ്മയം ഓക്ലഹോമ, ആർക്കൻസോ, മിസോറി, കെന്റക്കി, ഇലിനോയ്, ഇൻഡ്യാന, ഒഹായോ, പെൻസിൽവേനിയ, ന്യൂയോർക്ക്, വെർമോണ്ട്, ന്യൂഹാംപ്ഷയർ, മെയിൻ എന്നീ സംസ്ഥാനങ്ങളിൽ പൂർണ്ണതയിലെത്തും. ഇന്ത്യൻ സമയം 11:39 മസറ്റ്ലാനിൽ ചന്ദ്രന്റെ നിഴൽ സൂര്യനെ പൂർണ്ണമായും മറച്ചു. 4 മിനിറ്റിലേറെ നഗരം ഇരുട്ടിലായി. സൂര്യൻ പൂർണ്ണമായും മറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് ശാസ്ത്രജ്ഞരെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. സ്വാഭാവികമായും നേരത്തെ ഉണ്ടായതിനേക്കാൾ വലിയൊരു സൂര്യഗ്രഹണമാണ് ഇപ്പോൾ ഉണ്ടാവുക എന്നതാണ് യാഥാർത്ഥ്യം. 10:30 പൂർണ്ണമായും ഇരുട്ടിലേക്ക് ഈ മേഖലകളെല്ലാം തന്നെ, സൂര്യഗ്രഹണം ദൃശ്യമാകുന്ന മേഖലകളെല്ലാം തന്നെ ചെന്നെത്തുകയും ആ ഇരുട്ടിലേക്ക് ചെന്നെത്തുന്നതിന് തൊട്ടു പിന്നാലെ, അതായത് ഇരുട്ടായി 1-2 നിമിഷങ്ങൾക്കകം തന്നെ സൂര്യഗ്രഹണ വേളയിൽ Goodness. Okay, so first of all, we turned our lights off because we don't want to ruin this experience for anyone else here in Niagara Falls. I'm going to move out of the way. My photographer will zoom in on some of the crowds, but again,